അതെ, നമ്മൾ ഇന്നലെ നടത്തിയ ചർച്ചയുടെ തുടർച്ചയാണ്. രാജി വേണം, എത്രയും വേഗം വേണം എന്നുള്ളതാണ്. രാജി ആവശ്യപ്പെട്ടുകൊണ്ട് മാതൃക കാണിക്കേണ്ടതുണ്ട് കോൺഗ്രസ് പാർട്ടി. അതോടൊപ്പം തന്നെ സ്റ്റേറ്റിനും വലിയ ഉത്തരവാദിത്തമുണ്ട്. കാരണം ഇതിപ്പോൾ പുറത്തേക്ക് മുഴുവൻ തെളിവുകളും വന്നിരിക്കുകയാണ്. പരാതിയുണ്ടോ, കേസുണ്ടോ എന്നല്ലേ അയാൾ വെല്ലുവിളിച്ചത്. അപ്പോൾ പരാതിയുണ്ട്, കേസ് എടുക്കണം, FIR ഇടണം എന്നുള്ളതാണ്. കാരണം പുറത്തേക്ക് തെളിവുകൾ വന്നിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ട ശബ്ദരേഖയുടെ അടിസ്ഥാനത്തിൽ വനിതാ കമ്മീഷൻ കേസെടുത്തിരിക്കുന്നു, DGPയോട് റിപ്പോർട്ട് തേടിയിരിക്കുന്നു. അതൊരു കേസായിട്ട് എടുക്കാം. ഇനി അതല്ല എങ്കിൽ പോലീസിൽ സ്വമേധയാ എടുക്കാം. അതിനുള്ള തെളിവുകൾ ഇതിനകം പുറത്തു വന്നിട്ടുണ്ട്. അതിനകം പരിശോധിക്കാനുള്ള നടപടികളിലേക്ക് പോകേണ്ടതുണ്ട്. അതിഗുരുതരമായ ആരോപണങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. നമ്മൾ കേട്ട ശബ്ദരേഖയിൽ അയാൾ പറയുന്നത് കൊല്ലണമെങ്കിൽ എനിക്കൊരു സെക്കൻഡ് മതിയല്ലോ എന്നുള്ളതാണ്. കൊല്ലും എന്നല്ല പറയുന്നത്, കൊല്ലാൻ കഴിയുന്ന ഒരു പവർ തനിക്കുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അതെനിക്ക് സെക്കൻഡുകളുടെ മാത്രം കാര്യമാണ് എന്ന് പറയുമ്പോൾ അയാൾ എന്ത് അഹന്തയിലാണ് സംസാരിക്കുന്നത് നമ്മുടെ മുന്നിലുണ്ട്. ആ അഹന്ത ഇവിടെ നിന്നാണ്? അധികാരത്തിൽ നിന്ന് കിട്ടുന്ന അഹന്തയാണ്. അത് അയാൾ ഒരുപക്ഷെ MLA ആയിരുന്ന സമയത്തായിരിക്കില്ല, ഒരുപക്ഷെ അതിന് മുൻപേ ആയിരിക്കാം. പക്ഷെ അപ്പോഴും അയാളുടെ മുന്നിൽ അയാൾക്ക് പവറുണ്ട്. അയാൾ ആ പവറിലേക്ക് വളരെ പെട്ടെന്നാണ് ഉയർന്നെത്തിയതെന്ന് നമുക്കറിയാം. അതേ വേഗത്തിൽ തന്നെ അയാളെ താഴെ ഇറക്കേണ്ടതുണ്ട്. കാരണം ആ താഴെ ഇറക്കി സമൂഹത്തിൻ്റെ മാതൃക കാണിക്കേണ്ടതുണ്ട്. അങ്ങനെ രാഷ്ട്രീയ പാർട്ടിയായ കോൺഗ്രസ് തയ്യാറാകുമോ എന്നുള്ളതാണ്. ഇന്നിപ്പോൾ കോൺഗ്രസിലെ വിവിധ നേതാക്കളുടെ പ്രതികരണം നമ്മൾ കണ്ടല്ലോ. VD സതീശൻ പറയുന്നത് ഒന്നാം ഘട്ട നടപടിയായിട്ടാണ് പാർട്ടിയിലെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തു നിന്നുള്ള രാജി. അതിലും പ്രധാനപ്പെട്ട നടപടികളിലേക്ക് ഇനി കടക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം MLA സ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം എന്ന നിലപാടുകാരനാണ് എന്നുള്ളതാണ്. പുറത്തേക്ക് നമ്മൾ സണ്ണി ജോസഫ് ഒക്കെ മയപ്പെടുത്തിയാണ് പ്രതികരിക്കുന്നത്. ഇന്നിപ്പോൾ ദീപാദാസ് മുൻഷിയുടെ പ്രതികരണവും ആ രൂപത്തിലാണ് വന്നിരിക്കുന്നത്. AICC അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോയിട്ടില്ല എന്നുള്ള പ്രതികരണമാണ് വന്നത്. പക്ഷേ ആലോചനകൾ ആ രൂപത്തിൽ തന്നെ ഗൗരവത്തിൽ നടക്കുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. കാരണം ഇത് കൈവിട്ടു പോയിരിക്കുന്നു കാര്യങ്ങൾ. കാരണം യൂത്ത് കോൺഗ്രസിൻ്റെ ഗ്രൂപ്പിൽ, അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ തന്നെ നടക്കുന്ന ചാറ്റുകളിലുണ്ട് അവിടെ ഉണ്ടായിരുന്ന വനിതാ നേതാക്കൾക്ക് പോലും അവിടെ പ്രവർത്തിക്കാൻ പറ്റാത്ത വിധത്തിൽ പലരും പാർട്ടി വിട്ടു പോയിട്ടുണ്ട്. അത് മുമ്പുണ്ടായ സംഭവമായിരിക്കാം. അപ്പോൾ ഇതൊക്കെ നേതാക്കൾ അറിഞ്ഞിട്ടില്ല എന്നുള്ള ചോദ്യം. ഇന്നിപ്പോൾ ഇത്രയും ദിവസത്തെ മൗനത്തിന് ശേഷം ഷാഫി പറമ്പിൽ വടകരയിൽ പരിപാടികളിൽ പങ്കെടുക്കാനായി എത്തുകയാണ്. ഷാഫി പറമ്പിലിന്റെ പ്രതികരണം നമ്മൾ എന്തുകൊണ്ട് ആരായിരുന്നു? ഷാഫി പറമ്പിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാലക്കാടേക്ക് നിർബന്ധിച്ച് അവിടെ സ്ഥാനാർത്ഥിയാക്കുന്നത് എന്നൊക്കെ നമ്മൾ ഒരുപാട് കാലം ചർച്ച ചെയ്തതാണ്. അന്നൊക്കെ തന്നെ ആ സ്ഥാനാർത്ഥി അവിടെ വിജയിക്കാനുള്ള ചേരുവകൾ അവിടെയുണ്ട്. അയാൾ നല്ലൊരു മിടുക്കനായ യുവാവാണ് എന്ന രൂപത്തിലാണ് വിലയിരുത്തപ്പെട്ടത്. പക്ഷേ വേറെ ചില മിടുക്കുകളുണ്ട് എന്നിപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. ആ കാര്യങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ ഷാഫി പറമ്പിലെടുക്കുന്ന നിലപാടെന്ത് എന്നുള്ളൊരു വലിയ കൗതുകമായിരുന്നു. പക്ഷേ വളരെ നിരാശപ്പെടുത്തുന്ന പ്രതികരണമാണ് ഷാഫി പറമ്പിൽ നിന്ന് വന്നത്. ഷാഫി പറമ്പിൽ പറയുന്നത് ഇപ്പോൾ മൊറാലിറ്റിയുടെ ബേസിലാണെങ്കിൽ വളരെ വേഗത്തിൽ തന്നെ പാർട്ടിയുടെ നടപടിയെടുത്തല്ലോ, അതായത് പാർട്ടി സ്ഥാനത്തു നിന്നുള്ള രാജി, അതിനപ്പുറമുള്ള കാര്യങ്ങൾ ആവശ്യപ്പെടുന്നത് രാഷ്ട്രീയമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ അപ്പുറത്ത് CPMന്റെ ഭാഗത്തു നിന്നുള്ള കേസുകളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നു. അങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചൂണ്ടിക്കാണിച്ചപ്പോൾ നമുക്ക് ഈ കണ്ണൂരിലെ രാഷ്ട്രീയ കൊലകളുമായി നടത്തുന്ന ചർച്ചകൾ നമ്മൾ കണ്ടിട്ടില്ലേ? ഒരു കൊലയിൽ നിന്ന് അപ്പുറത്തെ കൊലയിലേക്ക് പോകും, അപ്പുറത്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്കുകൾ പറഞ്ഞ് നമുക്ക് മുന്നേറാൻ പറ്റും. അങ്ങനെ മുന്നേറാൻ പറ്റുന്ന കേസാണോ ഇത് പ്രത്യേകമായി എടുത്തു പറയേണ്ട കേസല്ലേ? കേരളം ഇതുവരെ കാണാത്ത കേസല്ലേ? ഇന്നിപ്പോൾ വന്നിരിക്കുന്ന ശബ്ദരേഖ ഞെട്ടിക്കുന്ന ശബ്ദരേഖയാണ്. ഈ കേസ് എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത്? ഇതിൽ ആരാണോ ആരോപണ വിധേയൻ, ആ ആരോപണ വിധേയന്റെ ശബ്ദം വളരെ വ്യക്തമാണ്. അയാൾ പറയുന്ന കാര്യങ്ങൾ പൊതുസമക്ഷമുണ്ട്. ആ കാര്യങ്ങൾ നിഷേധിക്കാൻ അയാൾക്ക് കഴിയുന്നില്ല. അയാൾ ചോദിക്കുന്ന കേസുണ്ടോയോ പരാതിയുണ്ടോ എന്ന് മാത്രമാണ്. ഇതൊന്നും ഞാനല്ല എന്നയാൾ പറയുന്നില്ല. അയാൾക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? അയാൾക്കത് ഞാനല്ല എന്ന് പറയാൻ പറ്റുമോ? പുറത്തു വന്ന ചാറ്റുകൾ തൻ്റേതല്ല എന്ന് നിഷേധിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന് സാധിക്കുമോ? സാധിക്കില്ല. അവിടെയാണ് കേസ് വ്യത്യസ്തമാകുന്നത്. അയാൾക്ക് ഒരു തരത്തിലും നിഷേധിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഇന്നൊരു പെൺകുട്ടിയുടെ നിസ്സഹായതയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ പെൺകുട്ടികളൊക്കെ പരാതിപ്പെടണ്ടേ, ധൈര്യം വേണമെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അത് നമ്മൾക്ക് എടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഞാൻ എന്ന സ്ത്രീക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ധൈര്യത്തിൻ്റെ പുറത്താണ് ഞാൻ പറയുന്നത്. അതേപോലെ എല്ലാവർക്കും പറ്റണമെന്നില്ല. ഈ പെൺകുട്ടികളൊക്കെ ഏതൊക്കെ സാഹചര്യത്തിലാണ് നിൽക്കുന്നത് നമുക്കറിയില്ല. ഉറപ്പായിട്ടും പരാതി പറഞ്ഞാൽ അവരുടെ ഫോട്ടോ സഹിതം സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്ന് അവരെ വേട്ടയാടുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഞാൻ ഈ വിഷയം ചർച്ച ചെയ്യാൻ 2 ദിവസമില്ലായിരുന്നു. ഞാൻ എൻ്റെ വ്യക്തിപരമായ അവസ്ഥത്തിന് ഓഫ് എടുത്തതിന് വന്നിരിക്കുന്ന പ്രതികരണങ്ങൾ നമ്മൾ കണ്ടില്ലേ? എങ്ങനെയാണ് ഈ സാമൂഹ്യ മാധ്യമങ്ങളിലെ അധിക്ഷേപം വരുന്നത്? അപ്പോൾ അധിക്ഷേപത്തിനൊന്നും ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന ഒരു ചായവുമില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലെയും ഈ സമൂഹ മാധ്യമങ്ങളിൽ ക്രിമിനലുകളായി വിളയാടുന്നവർ ആ രൂപത്തിൽ തന്നെ വിളയാടും. അപ്പോൾ അവർക്ക് പ്രതികരിക്കാൻ ഒരു ലൈസൻസും ഇല്ല. അവർക്ക് ഏതളവ് വരെയും പോകാമെന്നുള്ളതാണ്. അത് ഏതറ്റം വരെയും ഏറ്റവും അപമാനകരമായ പരാമർശം വരെ അവർ നടത്തുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ലാത്തവരാണ്. അവരെ ഒന്നും ഒരു തരത്തിലും പിടികൂടുന്നില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടി അവിടെ നിൽക്കുന്നു. സർക്കാരിന് നടപടിയെടുക്കാൻ പറ്റുന്ന സമയമാണ്, കോൺഗ്രസ് നടപടിയെടുക്കേണ്ട സമയം. നോക്കൂ, രാഷ്ട്രീയത്തിലേക്ക് വരികയാണെങ്കിൽ ഇനി കുറച്ച് മാസങ്ങളേ ഉള്ളൂ തിരഞ്ഞെടുപ്പിന്. പാലക്കാടെ സംബന്ധിച്ച് പാലക്കാട് കോൺഗ്രസ്
അങ്ങനെ നേടിയെടുത്ത ഒരു സീറ്റാണ് പാലക്കാട്. അവിടെ വലിയ ശക്തമായി തന്നെ BJP അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. BJP അവിടെ നേടാൻ വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട്. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചിട്ടില്ലെങ്കിൽ പാലക്കാടിന്റെ കാര്യത്തിൽ ഇനി അങ്ങനെ ഒരു ആലോചനയിലേക്ക് പോകണ്ട. മാത്രമല്ല നോക്കൂ, 100 സീറ്റ് എന്ന ആത്മവിശ്വാസത്തിൽ എന്തൊക്കെ പ്രവർത്തനങ്ങളിലേക്കാണ് ഇവിടെ നേതാക്കൾ നടന്ന് കയറിയിരുന്നത്. അവിടെയാണ് ഇനി ആദ്യം മുതൽ തുടങ്ങേണ്ട അവസ്ഥ അവർക്ക് വന്നിരിക്കുന്നത്. അങ്ങനെ ഒരു അവസ്ഥ സൃഷ്ടിച്ച ഒരാളെ എന്തിനാണ് ഇവർ ചുമന്നുകൊണ്ടിരിക്കുന്നത്? അല്ലേ? പാർട്ടിയെ ഈ നാണക്കേടിൽ കൊണ്ടെത്തിച്ചിരിക്കുന്ന ഒരാളെ എന്തിനു ചുമക്കണം എന്ന് നേതാക്കൾ ചോദിക്കേണ്ടതുണ്ട്. അവിടുത്തെ വനിതാ നേതാക്കളൊക്കെ ശക്തമായി പ്രതികരിക്കുന്നു എന്നിപ്പോൾ റോഷി റിപ്പോർട്ട് ചെയ്യുന്നു. നല്ല കാര്യം. ആ പ്രതികരണം നടപടിയിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. ആ നടപടിയിലേക്ക് എത്തിക്കാൻ നോക്കൂ, ദേശീയ മാധ്യമങ്ങൾ രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാർ യാത്രയെ അവഗണിച്ച ദേശീയ മാധ്യമങ്ങൾ എന്ന് പറയുന്ന ഇംഗ്ലീഷ് മാധ്യമങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നന്നായി ആഘോഷിക്കുന്നുണ്ട്. നന്നായി ആഘോഷിക്കുന്നുണ്ട്. അവർക്ക് ഈ മസാല കഥ മതി. അവർ കേരളത്തിലെ ഒരു കോൺഗ്രസ് MLA-യുടെ ഈ ലൈംഗിക ചെയ്തികൾ അവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു വലിയ ഗൗരവത്തിലുള്ളൊരു വിഷയം ഏറ്റെടുത്തുകൊണ്ട് ഒരു വലിയ പ്രക്ഷോഭത്തിലേക്ക് പോയിരിക്കുന്ന കോൺഗ്രസ് നേതൃത്വത്തെ നാണക്കെട്ടിലാക്കിയിരിക്കുന്ന ഒരു MLA, കേവലം ഒരു MLA, അയാളെ രാജ്യം വാങ്ങണമെന്നേ, അതിനി മുഹൂർത്തം കാത്തിരിക്കേണ്ടെന്നേ. എന്തിനാണ് ഇനി കാത്തിരിക്കുന്നത്? അടുത്ത ശബ്ദരേഖയ്ക്കോ, അടുത്ത വെളിപ്പെടുത്തലിനോ? ഇനി ഒന്നിനും സമയമില്ല. ഇപ്പോഴാണ് നടപടിയെടുക്കേണ്ടത്. വളരെ വേഗത്തിൽ ആ രാജിയിലേക്ക് പോകേണ്ടതുണ്ട്. വളരെ വേഗത്തിൽ കേസെടുത്ത് നടപടിയിലേക്ക് പോകാൻ സർക്കാരിനും ഉത്തരവാദിത്തമുണ്ട് എന്നാണ് ഈ ഘട്ടത്തിൽ എനിക്ക് പറയാം. Meet the editors.